കരീബിയൻ കടലിലെ വിപ്ലവ വീര്യത്തിന്റെ പ്രതീകമായ ക്യൂബ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഹവാനയിലെ മനോഹരമായ മാലേക്കോൺ കടൽ തീരത്ത് സന്ധ്യാനേരത്ത് ഇരുട്ട് പരക്കുമ്പോൾ അത് കേവലം ഒരു വൈദ്യുതി തടസ്സത്തിന്റെ മാത്രം കഥയല്ല പറയുന്നത്, മറിച്ച് തകർന്നടിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെയും അനിശ്ചിതത്വത്തിലായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും രോദനമാണ്. 10 ദശലക്ഷത്തോളം ആളുകൾ പൂർണ്ണമായ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന ഈ സാഹചര്യം കേവലം സാങ്കേതിക തകരാറുകൾ കൊണ്ട് സംഭവിച്ചതല്ല. ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും അമേരിക്കയുടെ കടുത്ത പ്രതിരോധങ്ങളും ആഭ്യന്തരമായ അധികാര വടംവലികളും ഒത്തുചേരുന്നുണ്ട്. മിഗേൽ ഡയസ് കനാൽ എന്ന പ്രസിഡന്റിന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനാകുമോ, അതോ ക്യൂബയുടെ അധികാര ശ്രേണിയിൽ വലിയൊരു മാറ്റം ആസന്നമാകുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്യൂബ നേരിടുന്ന ഈ മാനുഷിക ദുരന്തത്തിന്റെ ആഴമളക്കാൻ ഹവാനയിലെ ആശുപത്രികളിലെയും തെരുവുകളിലെയും കാഴ്ചകൾ മാത്രം മതിയാകും. ഇന്ധനമില്ലാത്തതിനാൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ട്രക്കുകൾ നിരത്തിലിറങ്ങുന്നില്ല. നഗരങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഉയരുകയാണ്. പൊതുഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു. ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്ന ആശുപത്രികളും പാലും മരുന്നും കിട്ടാതെ വലയുന്ന കുട്ടികളും ഗർഭിണികളും ആധുനിക ലോകത്തിന് വിശ്വസിക്കാനാകാത്ത തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത്. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് ജേർണലിലെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു ജനതയെ എങ്ങനെ നിശബ്ദമായി കൊന്നൊടുക്കുന്നു എന്നാണ്. ശിശുമരണ നിരക്ക് ഉയരുന്നതായും ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങൾ മൂലം രോഗങ്ങൾ പടരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുന്ന ക്യൂബൻ ജനത ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം അമേരിക്കയുടെ കടുത്ത നിലപാടുകളാണ് എന്ന ഹവാന ആരോപിക്കുമ്പോൾ ക്യൂബൻ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് പിന്നിലെന്ന് ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നു. അമേരിക്കയുമായുള്ള ക്യൂബയുടെ ശത്രുതയ്ക്ക് ശീതയുദ്ധകാലത്തോളം പഴക്കമുണ്ട്. എന്നാൽ 2025 ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഈ ശത്രുത അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന നീക്കം തടഞ്ഞുകൊണ്ടും ക്യൂബയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തിക്കൊണ്ടും അമേരിക്ക ക്യൂബയെ ശ്വാസം മുട്ടിക്കുകയാണ്. ക്യൂബയാണ് അടുത്തത് എന്ന ട്രംപിന്റെ പ്രസ്താവന ഒരു സൈനിക നീക്കത്തിന്റെ സൂചനയാണോ എന്ന ഭയം ലോകമെങ്ങും നിലനിൽക്കുന്നു. ഈ രാഷ്ട്രീയ സമ്മർദ്ദം ക്യൂബയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രസിഡന്റ് മിഗേൽ ഡയസ് കാനലിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു നേതൃത്വത്തെ കൊണ്ടുവരാൻ അമേരിക്ക പരോക്ഷമായി ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ വിഷയം. ക്യൂബയിൽ അധികാരം എന്നത് പ്രസിഡന്റ് പദവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണഘടനയനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ക്യൂബയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ നിശ്ചയിക്കുന്നത് പാർട്ടിയാണ്. മിഗേൽ ഡയസ് കാനൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണ് എങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായ അധികാരമുണ്ടോ എന്നത് സംശയകരമാണ്. ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ കുടുംബം ഇപ്പോഴും ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മുൻ പ്രസിഡന്റ് രാഹുൽ കാസ്ട്രോയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും പ്രധാന തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത്. കൂടാതെ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ 60% നിയന്ത്രിക്കുന്ന ഗായേസ എന്ന സൈനിക നിയന്ത്രണ കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് യഥാർത്ഥ അധികാരം. സൈനിക ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ഈ സ്ഥാപനം ക്യൂബയുടെ സാമ്പത്തിക സിരിയായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡയസ് കാനൽ എന്നത് ഒരു മുഖം മാത്രമാണ് എന്നും യഥാർത്ഥ അധികാരം സൈന്യത്തിന്റെയും കാസ്ട്രോ കുടുംബത്തിന്റെയും കൈകളിലാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡയസ് കാനൽ സ്ഥാനമൊഴിയേണ്ടി വന്നാൽ ആരായിരിക്കും അടുത്തത് എന്നതിനെക്കുറിച്ച് പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഓസ്കാർ പെരസ് ഒലീവ ഫാക്ടറിയുടേതാണ്. രാഹുൽ കാസ്ട്രോയുടെ ബന്ധുവായ ഇദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ഭരണശ്രേണിയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ഗായേസയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള അദ്ദേഹം വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻഗണന നൽകുന്ന വ്യക്തിയാണ്. കാസ്ട്രോ കുടുംബത്തിന്റെ രക്തബന്ധമുണ്ട് എങ്കിലും ഈ പേര് പരസ്യമായി ഉപയോഗിക്കാത്തത് ഒരു പരിഷ്കരണവാദിയുടെ പ്രതിച്ഛായ നൽകാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. അതേസമയം രാഹുൽ കാസ്ട്രോയുടെ കൊച്ചുമകനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്ന രാഹുലിറ്റോ എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഗില്ലെർമോ റോഡ്രിഗസ് കാസ്ട്രോയും ഒരു പ്രധാന കണ്ണിയാണ്.
അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചകളിൽ ഇദ്ദേഹം ഒരു പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം. സൈനിക പശ്ചാത്തലമോ ഭരണപരിചയമോ കുറവാണ് എങ്കിലും കാസ്ട്രോ കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു. മറ്റൊരു സാധ്യത റോബർട്ടോ മൊറാലിസ് ഓജഡയാണ്. പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ പടവുകൾ ചവിട്ടിക്കയറി വന്ന അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരുന്നു. ഉദ്യോഗമായ അധികാര കൈമാറ്റമാണ് നടക്കുന്നത് എങ്കിൽ ഓജഡയ്ക്ക് മുൻഗണന ലഭിച്ചേക്കാം. എന്നാൽ ക്യൂബ ഇപ്പോൾ നേരിടുന്നത് അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഭരണമാറ്റം കൊണ്ട് ജനങ്ങളുടെ രോക്ഷം തണുപ്പിക്കാനാകില്ല. ഡയസ് കാനലിന്റെ ജനപ്രീതി കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. 2021 ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതും സാമ്പത്തിക തകർച്ചയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ജനസംഖ്യയുടെ 1/10 രാജ്യം വിട്ടുപോകുമെന്ന തരത്തിലുള്ള വലിയൊരു കുടിയേറ്റ തരംഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ക്യൂബയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്നു. അമേരിക്കയുടെ തന്ത്രം വെനിൻസ്വലയിലേതിന് സമാനമായിരിക്കാനാണ് സാധ്യത. ഭരണകൂടത്തിന്റെ അടിത്തറ മാറ്റാതെ തന്നെ നേതൃത്വത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾക്ക് നിർബന്ധിക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ ഡയസ് കാനലിനെ മാറ്റുന്നത് കൊണ്ട് മാത്രം ക്യൂബയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നത് തർക്ക വിഷയമാണ്. വ്യവസ്ഥാപിതമായ മാറ്റങ്ങളില്ലാതെ വെറും വ്യക്തികളെ മാറ്റുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്ക ഉപരോധം പിൻവലിച്ചാൽ മാറ്റങ്ങൾ വരുത്താമെന്ന് ക്യൂബയും മാറ്റങ്ങൾ വരുത്തിയാൽ ഉപരോധം നീക്കാമെന്ന് അമേരിക്കയും വാശി പിടിക്കുമ്പോൾ ആ നടുവിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായ ക്യൂബൻ ജനതയാണ്. ഇന്ധനമില്ലാത്ത ഇരുട്ടറകളിൽ വെളിച്ചത്തിനായി കാത്തിരിക്കുന്ന ആ ജനതയ്ക്ക് ആവശ്യമായി വേണ്ടിവരുന്നത് വ്യക്തിപരമായ അധികാര കൈമാറ്റങ്ങളല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ്. ക്യൂബൻ വിപ്ലവത്തിന്റെ അവകാശവാദങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഒരു വലിയ മാനുഷിക ദുരന്തം ഒഴിവാക്കപ്പെടണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഹവാനയിലെ കൊട്ടാരങ്ങളിൽ നടക്കുന്ന തീരുമാനങ്ങൾ ക്യൂബയുടെ മാത്രമല്ല, കരീബിയൻ മേഖലയുടെ തന്നെ രാഷ്ട്രീയ ഭാവിയെ നിർണയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.